ഇത് 2014 മോഡൽ അമേസ് എസ് ആണ് ഓപ്ഷൻ വരുന്നത്. എസ് മിഡിൽ ഓപ്ഷൻ വാഹനമാണ്, 2014 അല്ലേ? അതെ. ഓക്കെ, സ്റ്റിയറിംഗ് കൺട്രോൾസ് അങ്ങനത്തെ ഓപ്ഷൻസ് ഒക്കെ വരും, മിറർ അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ വരും അല്ലേ? അതെ അതെ. ഓക്കെ, 85,000 2018. ഏതാ 85? 85 ഡീസലാണ്. മൈലേജ് ഒരു 18 റേഞ്ചൊക്കെ മൈലേജ്. അപ്പോൾ വേറെ ക്ലെയിമോ കാര്യമൊന്നുമില്ലല്ലോ? ഇല്ല, അങ്ങനെ ക്ലെയിം ഒന്നും വന്നിട്ടൊന്നും. ഓട്ടം എത്രയാ? ഓട്ടം 66,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 66,000 മാത്രം അല്ലേ? ഓക്കെ, 2016 വണ്ടിയാണ്. ഓണർഷിപ്പ് സെക്കൻഡ്. ഓക്കെ, എത്ര കൊടുക്കാം നമുക്കൊരു 4,25,000 രൂപയ്ക്ക് ഫൈനൽ കൊടുക്കാം. കാറാണത്. നമുക്കൊരു 1,25,000 രൂപയ്ക്ക് നെറ്റ് പ്രൈസ് ആയിട്ട് ഈ വണ്ടി കൊടുക്കാം. 2013 വണ്ടി 1,25,000 കൊണ്ടുപോകാം. കുറച്ച് ടച്ചപ്പ് വർക്കും കാര്യങ്ങളൊക്കെ, ചെറിയ പെയിന്റിംഗ് എടുക്കാണ്ട് അത് എടുത്തിട്ട് കൊടുക്കണമെങ്കിൽ അതിന്റെ ഒരു ചാർജസ് നമുക്ക് ചെറിയ ചാർജ് മാത്രമേ വരുന്നുള്ളൂ. എല്ലാവർക്കും നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ചുരം കയറി, താമരശ്ശേരി ചുരം കയറി വയനാട് ഓട്ടോ വെഞ്ചറിലേക്ക് വന്നിരിക്കുകയാണ്. അഖിലെ, സ്വാഗതം. 2 ദിവസം മുന്നേ അഖിലിന്റെ കൂടെ നമ്മൾ പാവങ്ങാട് വീഡിയോ ചെയ്താണ്, കോഴിക്കോട്. അവിടെ 2 ഷോറൂം ഉണ്ട്, പാവങ്ങാട്, കൊടുവള്ളി. ഇപ്പോൾ വയനാട് ഇത് പുതിയ തുടങ്ങിയാണ്. കഴിഞ്ഞ വർഷം നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ എങ്ങനെ ഉണ്ടായിരുന്നു? നമുക്ക് അത്യാവശ്യം നല്ല റിസൾട്ട് ഉണ്ട്. നമ്മൾ ഒരു പ്രൈസ് അന്ന് നല്ലൊരു നെറ്റ് പ്രൈസ് ആക്കി, നല്ല നെറ്റ് പ്രൈസ് ആക്കിയിട്ടാണ് നമ്മൾ ചെയ്തത്. നല്ല കമന്റ്സ് ഉണ്ടായിരുന്നു. പോയോ വണ്ടികൾ? നമുക്ക് ഓൾമോസ്റ്റ് അതിനകത്തുള്ള സ്റ്റോക്ക് എല്ലാം ഷഫിളായി. എല്ലാ കാറും നമുക്ക് പോയിട്ടുണ്ട്. അതിൽ 1-2 കാറുകൾ മാത്രമേ ഉള്ളൂ നമുക്ക്. ബാക്കി എല്ലാ കാറുകളും നമുക്ക് സോൾഡ് ആയിട്ടുണ്ട്. ഓക്കെ, വെരി ഗുഡ്. എന്തായാലും ഏത് ഭാഗത്തുള്ള കസ്റ്റമേഴ്സാണ് കൂടുതൽ വന്നത് ഇങ്ങോട്ടേക്ക്? നമുക്ക് വയനാട് വന്നിട്ടുണ്ട്, കണ്ണൂർ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ട്, കോഴിക്കോട് നിന്നുള്ള കസ്റ്റമർ എടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു സ്പെസിഫൈഡ് ഒരു ഏരിയ ഒന്നും പറഞ്ഞിട്ടില്ല. എല്ലാ ഭാഗത്തുനിന്നുള്ള കസ്റ്റമർ. കോഴിക്കോട്, കണ്ണൂർ, വയനാട് അല്ലേ? കോഴിക്കോട്, കണ്ണൂർ, വയനാട് വന്ന് പിന്നെ മലപ്പുറത്ത് നിന്ന് കഴിഞ്ഞ ദിവസം ഒരു കസ്റ്റമർ വന്നിട്ട് വണ്ടി എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാ ഷോറൂമിലും വെറൈറ്റി വണ്ടികൾ ലഭ്യമാണ്. എവിടെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റുമല്ലോ. കോഴിക്കോട് വണ്ടി ഉണ്ടെങ്കിൽ അവിടുന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. അത് അറേഞ്ച് ചെയ്യാനുള്ള ആൾക്കാർ. നമുക്ക് 3 ഷോറൂമത്തെ കാറും ഓപ്പൺ സ്റ്റോക്ക് ആണ്. അതായത് ഇവിടുത്തെ പാവങ്ങാട്ടുള്ള വണ്ടിയാണെങ്കിൽ നമുക്ക് ഇവിടെ എത്തിക്കാം, കൊടുവള്ളിത്തെ ഇവിടെ എത്തിക്കാം. ഇവിടെയുള്ള വണ്ടി വേണമെങ്കിൽ നമുക്ക് കസ്റ്റമർ ഓക്കെ ആണെങ്കിൽ നമുക്ക് പാവങ്ങാടോ കൊടുവള്ളിയിലൊക്കെ എത്തിക്കാം. ഓക്കെ, ഇത് ലൊക്കേഷൻ വരുന്നത് കൽപ്പറ്റയാണ്, മെയിൻ ഹൈവേ തന്നെ. കൽപ്പറ്റ പ്രോപ്പർ എവിടെയാണ് അറിയാം? കൽപ്പറ്റ കൈനാട്ടി അമൃത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, അതിൻ്റെ തൊട്ടടുത്ത്. അമൃത് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഓക്കെ, കൈനാട്ടി അമൃത് ഇൻസ്റ്റിറ്റ്യൂട്ട് അവിടെയാണ്, അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ലൊക്കേഷൻ. അപ്പോൾ എന്തായാലും ഇവിടുത്തെ സ്റ്റോക്ക് കണ്ടു. ഓക്കെ, ഇപ്രാവശ്യം ഫൈനലാക്കിയോ റേറ്റ്? നമ്മളെല്ലാം ഫൈനലാക്കിയിട്ടുള്ള റേറ്റാണ് നമ്മൾ. ഓക്കെ, അപ്പോൾ എന്തായാലും കണ്ടു നോക്കാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടണം. അതേപോലെ തന്നെ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻസിൽ രേഖപ്പെടുത്തണം. കമൻസിലേക്ക് എല്ലാവരും പോകാം, നമുക്കൊന്ന് ഇൻട്രാക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ബാക്കി വിശേഷങ്ങൾ വീഡിയോയിൽ കാണാം. സ്റ്റാർട്ടിംഗ് റേഞ്ചിൽ നിന്ന് എത്ര മുതലുണ്ട് വണ്ടികൾ? നമുക്ക് സ്റ്റാർട്ടിങ് ഒരു 1,20,000 മുതലുള്ള കാറുകൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അല്ലേ? ഓക്കെ, എന്തായാലും കണ്ടു നോക്കാം, വീഡിയോ ഇട്ടു. ആദ്യ വാഹനം ടാറ്റ ടിയാഗോ ആണ്. ടിയാഗോൻ്റെ ഫസ്റ്റ് ഷേപ്പ് ഓട്ടോമാറ്റിക് വണ്ടി. ഇപ്പം ഇങ്ങനത്തെ സെഗ്മെന്റ് ഒക്കെയാണ് കൂടുതൽ ആൾക്കാർ അങ്ങനെ പറയുന്നത് അല്ലേ? അതെ, ഓട്ടോമാറ്റിക് ഈ ഒരു ബഡ്ജറ്റിൽ നമുക്ക് ഏറ്റവും കൂടുതൽ പോകുന്നൊരു വണ്ടി ടിയാഗോ ആണ്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് കാര്യങ്ങൾ? ഇത് 2019 മോഡൽ ടിയാഗോ എക്സെറ്റ് വരുന്നത്. എക്സെറ്റ് അന്നത്തെ ഫുൾ ഓപ്ഷൻ വാഹനമാണ്, ഓട്ടോമാറ്റിക്കിൽ ഏറ്റവും ടോപ്പ്. 2019. കിലോമീറ്റർ എത്രയായി? 45,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. വലിയൊരു ഓട്ടോ ഒന്നും പോയിട്ടില്ല. ഇല്ല, ഒരു മാന്യമായ ഓട്ടോ അല്ലേ? ഓക്കെ, സിംഗിൾ ഓൺഷിപ്പാ? ഓൺഷിപ്പ് സെക്കൻഡ് ആണ്. ക്ലെയിം എന്തെങ്കിലും ഉണ്ടോ? ക്ലെയിമോ കാര്യങ്ങളോ? ക്ലെയിം ഒന്നും വന്നില്ല, ഒന്നും സംഭവിച്ചിട്ടില്ല. ഇത് വണ്ടി ഇപ്പോൾ പുറത്താണുള്ളത്. ഇവർ അകത്ത് പുറത്തായിട്ട് ഇങ്ങനെ വണ്ടി ഇട്ടാ, അപ്പോൾ ഹൈവേ സൈഡത്ത് പെട്ടെന്ന് കേൾക്കില്ല, അതുകൊണ്ടാണ്. ഓക്കെ, 45,000 സെക്കൻഡ് ഓണർഷിപ്പ്, 2019 ഫുൾ ഓപ്ഷൻ ഓട്ടോമാറ്റിക് AMT ഗിയർ ബോക്സ് വരുന്ന വാഹനമാണ്. മൈലേജ് ഒരു 13, 16, 17 വരെയൊക്കെ ആ റേഞ്ചിലൊക്കെ നമുക്ക് ഓൾമോസ്റ്റ് മൈലേജ് കിട്ടും. മാനുവൽ പോലെ തന്നെ ഏകദേശം കിട്ടും. എത്രയാണ് നമ്മളിപ്പോൾ ചോദിക്കുന്നതിന്? നമ്മൾ ഇതിനിപ്പോൾ നെറ്റ് ആക്കിയിട്ട് ഒരു 4,40,000 രൂപയ്ക്ക് കൊടുക്കാം. 4,40 ഒരു ടിയാഗോ നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഓക്കെ, ഇനി നമ്മൾ എല്ലാ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞ പോലെ വാറണ്ടി വേണ്ട കസ്റ്റമേഴ്സിനാണെങ്കിൽ നമുക്ക് വാറണ്ടി കൊടുക്കുകയും ചെയ്യാം. പക്ഷേ അതിന് ചെറിയ എമൗണ്ട് അഡീഷണൽ വരും. അഡീഷണൽ നിങ്ങൾ വാറണ്ടി ഇടുകയാണെങ്കിൽ, പക്ഷേ വാറണ്ടിയിൽ ഒരുപാട് പാർട്ട് കവറാവും. അപ്പോൾ നമ്മൾ വീഡിയോയിൽ എന്തായാലും ഫൈനൽ റേറ്റ് ആക്കിയുണ്ട്, വാറണ്ടി റേറ്റ് കൂട്ടി പറയുന്നില്ല. ഓക്കെ, അപ്പോൾ അഡീഷണൽ വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. എത്ര കോസ്റ്റ് വരും ഏകദേശം? അത് ഓൾമോസ്റ്റ് ഒരു 4 to 5, 4,000 മുതൽ 5,000 രൂപ റേഞ്ചിലേക്കാണ് വരുന്നത്. ഓൾമോസ്റ്റ് പാർട്സ് എല്ലാം കവർ ആവുന്നില്ല? ഓൾമോസ്റ്റ് പാർട്ട് ഇപ്പോൾ മേജറായിട്ടുള്ള എഞ്ചിൻ, ഗിയർ ബോക്സ്, AC, ഇലക്ട്രിക്കൽ പാർട്സിന് വരുന്നുണ്ട്. ECM, BCU അങ്ങനെയുള്ള സാധനങ്ങൾക്കൊക്കെ മേജറായിട്ടുള്ള എല്ലാ പാർട്സിനും. അപ്പോൾ പറ്റുമെങ്കിൽ അത് കൂടി കൂട്ടിയിട്ട് എടുത്തോ ധൈര്യത്തിൽ അല്ലേ? അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഓൾറെഡി ഇൻസ്പെക്ഷൻ കഴിഞ്ഞിട്ട് വന്നതാണ്. ഓക്കെ, 4,40 ഓട്ടോമാറ്റിക് ടിയാഗോ ആണ്, ഫുൾ ഓപ്ഷൻ വണ്ടി. അപ്പോൾ താല്പര്യം എന്തായാലും വിളിച്ചോളൂ. ഒരു 4 lakhs വരെ ലോൺ ചാൻസ്. 4 ലക്ഷം വരെ ലോൺ കൊടുക്കാം. അടുത്ത വാഹനം എന്താ? കിയ സെൽട്ടോസ് KL29 കായംകുളം രജിസ്ട്രേഷൻ വാഹനമാണ് അല്ലേ? ഫസ്റ്റ് ഷേപ്പ് സെൽട്ടോസ് ആണ്. എങ്ങനെ ഡീറ്റെയിൽ? ഇത് 2020 മോഡൽ HTK എന്ന് പറഞ്ഞിട്ടുള്ള HTK പ്ലസ് ആണ് വരുന്നത് ഓപ്ഷൻ. HTK പ്ലസ്. ഓക്കെ,
ഒരു മിഡിൽ ഓപ്ഷൻ ആയിട്ടാണ് വരിക. അതിൻ്റെ മേലെ STX, X+, GT ലൈൻ ഓക്കെ. ഇതിൽ തന്നെ ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും വരും. അലോയ്സ് ഉണ്ട് അല്ലേ? അലോയ്സും വരുന്നുണ്ട്. ഓക്കെ. സൺറൂഫ്, സീറ്റ് വെന്റിലേഷൻ, വയർലെസ് ചാർജർ, അങ്ങനത്തെ കുറച്ച് കുറവുണ്ടാവും. ബാക്ക് വൈപ്പർ ഉണ്ടോ? റിയർ വൈപ്പറും വരുന്നുണ്ട്. ബാക്കി എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്, അതാ പറഞ്ഞത്. ഓക്കെ. കിലോമീറ്റർ എത്ര ഓടി? കിലോമീറ്റർ 32,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. പെട്രോൾ 2020 പെട്രോൾ സെൽട്ടോസ് HTK+. ഓക്കെ. 32,000 സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. ഫുൾ പ്രോപ്പർ കമ്പനി മെയിൻ്റെനൻസ്, പ്രോപ്പർ സർവീസ് ആണ്, സിംഗിൾ യൂസ് ആണ്. ഇതിനൊക്കെ വാറണ്ടി എടുത്ത് കൊടുക്കാറില്ല? അഡീഷണൽ വാറണ്ടി കൊടുക്കാറില്ല. ഓക്കെ. എത്ര ഇതിനിപ്പോൾ ചോദിക്കുന്നത്? ഇതിന് നമുക്ക് നെറ്റ് പ്രൈസ് ആയിട്ട് ഒരു 9,80,000 രൂപ കൊടുക്കാം. നെറ്റ് റേറ്റ് 980 നിങ്ങൾക്കൊരു സെൽട്ടോസ് കൊണ്ടുപോകാം. 32,000 കിലോമീറ്റർ മാത്രം ഓടിയ HTK+ സിംഗിൾ ഓണർഷിപ്പ് 2020 വണ്ടി. ഓക്കെ. ലോൺ ഒരു 90% വരുമ്പോൾ കൊടുക്കാം. ഏകദേശം ഒരു 9 ലക്ഷത്തിനടുത്ത് എന്തായാലും ലോൺ കിട്ടും. എന്തായാലും എടുത്തോണ്ട് പോവാം. അടുത്ത വണ്ടിയിലേക്ക്. അടുത്ത വാഹനം എന്താ? ഒരു കോമ്പാക്ട് സെഡാൻ കാറ്റഗറി ഹോണ്ട എമൈസ് ആണ്. എമൈസിന്റെ 3rd ജനറേഷൻ വാഹനം. എങ്ങനെ ഡീറ്റെയിൽ ഇത്? ഇത് 2019 മോഡല് അമേസ് V ആണ് വരുന്നത്, മാനുവൽ. ഓക്കെ. V ആണ്. ടോപ്പിന്റെ തൊട്ട് താഴെ വരുന്ന ഓപ്ഷൻ ആണ്. അതെ. ബട്ട് ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും ഉൾപ്പെടെ സ്റ്റീയറിംഗ് കൺട്രോൾസ്, സ്റ്റീരിംഗ് വീൽ സ്റ്റീരിയോ, ഓട്ടോ ക്ലൈമറ്റ് കൺട്രോൾസ്, എയർ ബാഗ്സ് എല്ലാം വരും. ടോപ്പിലേക്ക് പോകുമ്പോൾ എന്താ കാര്യം? ചെറിയ മാറ്റം, സ്റ്റീരിയോന്റെ മാറ്റാണ് എന്തോ മാറ്റമാണ് വരുന്നത്. ഓക്കെ. 19. ഓക്കെ. ഓട്ടോ എത്ര പോയി? ഓട്ടോ 42,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 42,000 നോർമൽ ഓട്ടം തന്നെ. സിംഗിൾ ഓണർഷിപ്പാ? സിംഗിൾ ഓണർഷിപ്പ്. ക്ലെയിമും കാര്യമൊന്നുമില്ലല്ലോ? ഒന്നുമില്ല. പ്രോപ്പർ കമ്പനി മെയിൻ്റെനൻസ്, പ്രോപ്പർ സർവീസ് ആണ്. എത്ര കൊടുക്കാം നമുക്ക്? ഇതൊരു ഫൈനൽ പ്രൈസ് ആയിട്ട് നമുക്കൊരു 5,80,000 രൂപ കൊടുക്കും. 580 2019 എമൈസ് നിങ്ങൾക്ക് കൊണ്ടുപോകാം. V ഓപ്ഷനാണ്. ടോപ്പിൻ്റെ തൊട്ട് താഴെ വരുന്ന ഓപ്ഷൻ. ഇത്രയും ഫീച്ചേഴ്സ് വരുന്നൊരു വണ്ടിയാണ്. നല്ല ലെഗ് സ്പേസും ഡിക്കി സ്പേസും ഒക്കെ കിട്ടുന്നൊരു വണ്ടി അല്ലേ? മെയിൻ്റനൻസും വളരെ കുറവായിരിക്കും. മൈലേജ് ഒരു 13-16 റേഞ്ച് മൈലേജ് കിട്ടും. അടുത്ത വണ്ടിയിലേക്ക്. അടുത്തത് വീണ്ടും ഒരു കോമ്പാക്ട് സെഡാൻ കാറ്റഗറി തന്നെ. ടാറ്റ ടിഗോർ എന്ന് വെച്ചാൽ നമ്മുടെ ടിയാഗോൻ്റെ ഒരു സെഡാൻ. ബാക്കിൽ ഡിക്കി വരുന്ന ടൈപ്പ്. സേഫ്റ്റി എല്ലാം അതേപോലെ തന്നെ വരുന്ന വണ്ടിയല്ല? എങ്ങനെ ഡീറ്റെയിൽ ഇത്? ഇത് 2021 മോഡല് 22 രജിസ്ട്രേഷൻ വരുന്ന ടിഗോർ XZ ആണ് വരുന്നത്. പ്ലസ് ഉണ്ട് അതിന്റെ മേലെ വരുന്ന ഓപ്ഷൻ. അതിന്റെ തൊട്ട് താഴെ അലോയ്സ് ഒക്കെ വരും. ഓക്കെ. ഇതിൽ അലോയ്സ് വരുള്ളൂ അല്ല? ഇല്ല, അലോയ്സ് ഒന്നും വരില്ല. ബാക്കി എല്ലാ ഫീച്ചേഴ്സും ഉണ്ടാവും. ബാക്കി എല്ലാ ഫീച്ചേഴ്സ് ഉണ്ട്. അതിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് സ്റ്റിയറിംഗ് കൺട്രോൾസ് വരുന്നുണ്ട്, 2 എയർ ബാഗ് വരുന്നുണ്ട്. ഓക്കെ. ഓൾമോസ്റ്റ് എല്ലാ ഓപ്ഷൻസും വരുന്നുണ്ട്. കിലോമീറ്റർ എത്രയായത്? കിലോമീറ്റർ 47,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. 22 രജിസ്ട്രേഷനിൽ 47,000. ഓക്കെ. നോർമൽ ഓട്ടം തന്നെ. ക്ലെയിമോ കാര്യങ്ങളൊന്നും ഇല്ല, ക്ലെയിം ഒന്നും വന്നിട്ടൊന്നുമില്ല. ഓക്കെ. നമുക്കിത് എത്ര കൊടുക്കാൻ പറ്റും? നമുക്ക് നെറ്റായിട്ട് ഒരു 4,60,000 രൂപയ്ക്ക് കൊടുക്കാം. 460 മാനുവൽ പറഞ്ഞേ? മാനുവൽ 460 2021 മോഡൽ 22 രജിസ്ട്രേഷൻ XZ മാനുവൽ ടിഗോർ നിങ്ങൾക്ക് കൊണ്ടുപോകാം. ടിയാഗോ എടുത്തിട്ട് നിങ്ങൾക്ക് ഒരു ഡിക്കി സ്പേസ് കുറവുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ഇതെടുക്കാം. അല്ല, കുറച്ചും കൂടി ഡിക്കി സ്പേസ് കിട്ടും. അപ്പോൾ എന്താ താല്പര്യമുണ്ട് വിളിക്കാം. 4 lakhs above ലോൺ കയറോ? 4 lakhs above ലോൺ. ഓക്കെ. ഇതാ അടുത്തൊരു അമേസ് വന്നിരിക്കുകയാണ്. ഫസ്റ്റ് ഷേപ്പ് അമേസ് ആണ്. KL 56 കൊയിലാണ്ടി രജിസ്ട്രേഷൻ വാഹനം. നല്ല പോളിഷ് ചെയ്ത് അടിപൊളിയൊക്കെ വെച്ചേക്കാണല്ലോ. അത്യാവശ്യം പൊടി പിടിച്ചിട്ടുണ്ടല്ലേ പോളിഷ് ചെയ്തോണ്ട്? ഫിനിഷിംഗ് ആയിട്ടില്ല. ഓക്കെ. എങ്ങനെയാണ് ഡീറ്റെയിൽ? ഇത് 2014 മോഡൽ അമേസ് S ആണ് ഓപ്ഷൻ വരുന്നത്. S മിഡിൽ ഓപ്ഷൻ വാഹനമാണ്. 2014 അല്ലേ? അതെ. ഓക്കെ. സ്റ്റിയറിംഗ് കൺട്രോൾസ് അങ്ങനത്തെ ഓപ്ഷൻസ് ഒക്കെ വരും. മിറർ അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ വരും അല്ലേ? അതെ. ഓക്കെ. കിലോമീറ്റർ എത്രയായി? കിലോമീറ്റർ 92,000 കിലോമീറ്റർ ആണ് ഓടിയിരിക്കുന്നത് നിലവിൽ. പെട്രോൾ? അതെ, പെട്രോൾ വണ്ടിയാണ്. പെട്രോൾ 1.2 ലിറ്റർ, ഒരു 13-16 റേഞ്ച് ഏകദേശം മൈലേജ് കിട്ടും. ഓക്കെ. ക്ലെയിമോ റീപ്ലേസ്മെന്റ് എന്തെങ്കിലും? ഇല്ല, റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഓക്കെ. ഇതിനിപ്പോൾ എത്രയാണ് ചോദിക്കുന്നത്? ഇത് നമുക്ക് നെറ്റ് പ്രൈസ് ആയിട്ട് ഒരു 3,25,000 രൂപയ്ക്ക് കൊടുക്കാം. 325 2014 S ഓപ്ഷൻ പെട്രോൾ എമേസ് നിങ്ങൾക്ക് കൊണ്ടുപോകാം. വേറെ വർക്കോ കാര്യമോ ഒന്നുമില്ല അല്ലേ? ഇപ്പോൾ ഇതിൻ്റെ ഗ്ലേസിങ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. മൊത്തം പോളിഷ് ചെയ്ത് അടിപൊളിയാണ്. നമ്മൾ കഴിഞ്ഞ ലാസ്റ്റ് വീഡിയോയിൽ ഇവിടെ ചെയ്തപ്പോഴും ഒരു 2014 പഴയ ഒരു അമേസ് 15 ആയിരുന്നത്. ഇത് 14. ഇത് 14 ആണ്. ഓക്കെ. ലോൺ എത്രയായിരുന്നു? ഒരു 2.5 കിട്ടും. 2.75 ഒക്കെ ലോൺ ചെയ്ത് കൊടുക്കാം. ചെയ്യാൻ പറ്റും. ചെറിയ ഡൗൺ പേയ്മെന്റിൽ ഇതും ഇറക്കി കൊണ്ടുപോകാം. വലിയ മെയിൻ്റനൻസും ഇല്ലാണ്ട് നല്ല സിമ്പിളായിട്ട് കൊണ്ടുനടക്കാൻ പറ്റിയ വണ്ടി. ഇനി നമുക്കൊരു ഡീസൽ സ്വിഫ്റ്റ് കാണാം. ഫസ്റ്റ് ഷേപ്പ് സ്വിഫ്റ്റ് ആണ്. KL 57 കോഴിക്കോട് കൊടുവള്ളി രജിസ്ട്രേഷൻ. എങ്ങനെയാണ് ഡീറ്റെയിൽ? ഇത് 2009 മോഡൽ സ്വിഫ്റ്റ് VDI മിഡിൽ ഓപ്ഷൻ ഡീസലാണ്. 4 ഡോർ പവർ വിൻഡോ, സെൻട്രൽ ലോക്ക് കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടി. ഓക്കെ. കിലോമീറ്റർ എത്രയായി? കിലോമീറ്റർ 1,90,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 1.95 ഓടിയിട്ടുണ്ട്. അപ്പോൾ ജെനുവിൻ ആയിരിക്കും അല്ലേ? അപ്പോൾ ജെനുവിനാണ്. ഓക്കെ. 1.95 നിലവിലെ. ഓണർഷിപ്പ് സെക്കൻഡ് ഓണർ കിടക്കാണ് അല്ലേ? ഓക്കെ. 2009 പേപ്പറിൻ്റെ അവസ്ഥ എന്താ? പേപ്പർ പുതിയ പേപ്പറാണ്. 2029 വരെ പേപ്പർ. 29 വരെ പേപ്പറിൽ നിൽക്കുന്ന 1.95 ഓടിയ ഡീസൽ വണ്ടി. ആംബുലൻസ്
നമുക്ക് എത്ര കൊടുക്കാം ഇത്? നമുക്ക് ഒരു ഫൈനൽ പ്രൈസ് ആയിട്ട് ഒരു 1.40 വരെ കൊടുക്കാം. 1,40,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ ഒരു ഡീസൽ വണ്ടി കൊണ്ടുപോകാം. നിലവിൽ റണ്ണിങ് കണ്ടീഷൻ എങ്ങനെ? റണ്ണിങ് കണ്ടീഷൻ ഒക്കെ ഓക്കെ, എല്ലാം ഓക്കെയാണ്. ഒരു വർഷമല്ല അല്ലേ? സ്ട്രക്ചറൽ ഡാമേജ് അങ്ങനത്തെ ഒന്നും സംഭവിച്ചില്ലല്ലോ? സ്ട്രക്ചറൽ ഡാമേജ് സംഭവിച്ചിട്ടുണ്ട്. ഓക്കെ. 1,40,000 രൂപയ്ക്ക് 2009 മോഡൽ 2029 വരെ പേപ്പർ നിലവിലുള്ള VDI ഡീസൽ സ്വിഫ്റ്റ് നിങ്ങൾക്ക് കൊണ്ടുപോകാം. ലോണും കാര്യമൊന്നും കിട്ടൂല, കാരണം മോഡലിന് തന്നെ പഴക്കമുണ്ട്. പിന്നെ വാറണ്ടി കിട്ടുമെന്ന് ചില കാരണം നമ്മൾ പറഞ്ഞില്ല, അത് മോഡൽ കൂടിയാണ് വാറണ്ടി കൊടുക്കുന്നത്. കൊടുക്കുന്ന വാറണ്ടി വെച്ചിട്ടുണ്ടെങ്കിൽ 9 വർഷം വരെ പഴക്കമുള്ള കാറുകൾക്കാണ് വാറണ്ടി കൊടുക്കുന്നത്. 9 വർഷം അല്ലെങ്കിൽ ഇപ്പോൾ 2025 അപ്പോൾ 16 മുതലുള്ള വണ്ടിയൊക്കെയാണ് 16 സെപ്റ്റംബറിന് ശേഷമുള്ള വണ്ടികൾക്ക് വാറണ്ടി 1,20,000 കിലോമീറ്റർ ഉള്ളിലുള്ള വണ്ടിയൊക്കെ. ഓക്കെ, അതാണ് വാറണ്ടിയുടെ ക്രൈറ്റീരിയ. അടുത്ത വണ്ടിയിലേക്ക് പോകാം. അടുത്തത് ഒരു പ്രീമിയം ഹാച്ച് ബാക്ക് സെഗ്മെന്റ് ഹോണ്ട ജാസ് KL11 കോഴിക്കോട് രജിസ്ട്രേഷൻ വാഹനമാണ്. ഒരു അടിപൊളി കളറാണ് ജാസിൽ. അതെ, ഇതെങ്ങനെയാണ് ഡീറ്റെയിൽ? ഇത് 2016 മോഡല് ജാസ് SV ആണ് വരുന്നത്. ഓപ്ഷൻ SV എസിന്റെ തൊട്ട് മേലെ വരുന്ന ഓപ്ഷൻ. ഓക്കെ, അത്യാവശ്യം ഫീച്ചറൊക്കെ ഉണ്ട്. സ്റ്റീരിയോ ഇൻബിൽറ്റ് സ്റ്റീരിയോ വരുന്നുണ്ട്, 2 എയർ ബാഗ്സ് വരുന്നുണ്ട്. ഓക്കെ, സ്റ്റിയറിംഗ് കൺട്രോൾസ് വരുന്നുണ്ട്, മിറർ അഡ്ജസ്റ്റ്മെന്റ് വരും. ഹോണ്ടയിൽ വെച്ചാൽ ബേസിക്കലി തന്നെ ഓൾമോസ്റ്റ് നല്ല ഫീച്ചേഴ്സ് വരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത് SV ഡിഫോഗർ വരും. ബാക്ക് വൈപ്പർ ഇല്ലാന്ന് തോന്നുന്നു. റിയർ വൈപ്പർ വരുന്നില്ല, ഡിഫോഗർ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്താണ് ഈ ഡിഫോഗർ എന്നൊക്കെ ഇങ്ങനെ എടുത്ത് പറയാൻ കാരണം എന്നാൽ ചിലർക്ക് ഇങ്ങനെ ഡൗട്ട് ഉണ്ടാവും അല്ലേ? അതെ, പ്രത്യേകിച്ച് ഈ വയനാട് ഏരിയയിലൊക്കെ ആണെങ്കിലും അതിന്റെ ആവശ്യം ഉണ്ട്, ശരിക്കും അതുണ്ട്. കാരണം നമുക്ക് പുറകിലെ വ്യൂ കിട്ടണമെങ്കിൽ ബാക്ക് ഗ്ലാസ് മഞ്ഞ് മൂടാണ്ട് നിൽക്കണം. മഞ്ഞ് മൂടുമ്പോൾ അതിനെ ഒന്ന് ചൂടാക്കാൻ വേണ്ടിയാണ് ഡിഫോഗർ ലൈൻസ്. അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞാണ്. അപ്പോൾ വേറെ ക്ലെയിമോ കാര്യമൊന്നുമില്ലല്ലോ? ഇല്ല, അങ്ങനെ ക്ലെയിം ഒന്നും വന്നിട്ടുണ്ട്. ഓട്ടം എത്രയാ? ഓട്ടം 66,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 66,000 മാത്രം അല്ലേ? 2016 വണ്ടിയാണ്. ഓണർഷിപ്പ് സെക്കൻഡ്. ഓക്കെ, എത്ര കൊടുക്കാം നമുക്കൊരു 4,25,000 രൂപയ്ക്ക് ഫൈനൽ കൊടുക്കണം. പെട്രോൾ ജാസ് 4,25,000 രൂപയ്ക്ക് 2016 66,000 കിലോമീറ്റർ ഓടിയ വണ്ടി അല്ലേ? ക്ലെയിമും കാര്യമൊന്നുമില്ല. ഒന്നുമില്ല ക്ലെയിം ഒന്നും. ഓക്കെ, അപ്പോൾ ഒരു 3.25 4 ലക്ഷം വരെ ലോൺ ചാൻസ് ഉണ്ടോ? 4 ലക്ഷം വരെ നമുക്ക് ലോൺ കൊടുക്കാം. മാക്സിമം കിട്ടും. കൊടുക്കാം. നല്ല പ്രൊഫൈൽ കസ്റ്റമറൊക്കെ ആണെങ്കിൽ സിവിൽ സ്കോറും ട്രാക്കും നല്ല ഉണ്ടെങ്കിൽ 4 ലക്ഷം വരെ നമുക്ക് ലോൺ കിട്ടും. ഇല്ലെങ്കിൽ ഒരു 3.75 വരെ നമുക്ക് എന്തായാലും കൊടുക്കാം. ഓക്കെ, ജാസാണ്, നല്ല സ്പേഷ്യസ് ആണ്, ഡ്രൈവിങ് നല്ല സ്മൂത്ത് ആയിരിക്കും. പിന്നെ മൈലേജും ഒരു 12 to 16 റേഞ്ച് മൈലേജ് കിട്ടും. ഹോണ്ട പെട്രോളാണ്. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക്. അടുത്തൊരു ഹ്യുണ്ടായി ഇയോൺ അല്ലേ? അതെ, എങ്ങനെയാകില്ല ഇതിൻ്റെ കാര്യങ്ങൾ? ഇത് 2013 മോഡല് ഇയോൺ ആണ് വരുന്നത്. ഓക്കെ, 1,10,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 13 മോഡൽ അല്ലേ? 2013 മോഡൽ. 1.10 ഓടി. നമുക്കൊരു ചെറിയ റേറ്റിന് കസ്റ്റമർക്ക് കൊടുക്കാൻ പറ്റിയൊരു കാറാണ്. നമുക്കൊരു 1,25,000 രൂപയ്ക്ക് നെറ്റ് പ്രൈസ് ആയിട്ട് ഈ വണ്ടി കൊടുക്കാം. 2013 വണ്ടി 1.25 കൊണ്ടുപോകാം. കുറച്ച് ടച്ചപ്പ് വർക്കും കാര്യങ്ങളൊക്കെ, ചെറിയൊരു പെയിന്റിങ് എടുക്കാനുണ്ട്. അത് എടുത്തിട്ട് കൊടുക്കണമെങ്കിൽ അതിൻ്റെ ഒരു ചാർജസ് നമുക്ക് ചെറിയ ചാർജ് മാത്രമേ വരുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ താല്പര്യമുണ്ട് എന്തായാലും വിളിക്കാം. ലോൺ കിട്ടൂലേ? ലോൺ കിട്ടും. എത്ര വരെ? ഒരു ലോൺ നമുക്കൊരു 1 ലാഖിൻ്റെ അടുത്ത് വരെ ലോൺ മേടിച്ചു. 1 ലാഖിൻ്റെ അടുത്ത് വരെ കിട്ടും. 13 വണ്ടിയാണ്. 1,25,000 ഈ ഒരു ഇയോൺ കൊണ്ടുപോകാം. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക്. ഇതാ ഒരു i10 KL1 തിരുവനന്തപുരം രജിസ്ട്രേഷൻ വാഹനമാണ്. എങ്ങനെയാണ് ഡീറ്റെയിൽ ഇത്? ഇത് 2011 മോഡല് ഹ്യുണ്ടായി i10 മാഗ്ന വരുന്നത്. മാഗ്ന AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ, മിറർ അഡ്ജസ്റ്റ്മെന്റ് വരില്ല എന്ന് തോന്നുന്നു അല്ലേ? മിറർ അഡ്ജസ്റ്റ്മെന്റ് വരുന്നില്ല, സ്പോർട്സിലാണ് വരിക. ബാക്കി സെൻട്രൽ ലോക്ക് കാര്യങ്ങളൊക്കെ എല്ലാ സാധനങ്ങളും വരുന്നുണ്ട്. ഓക്കെ, 11 അടുത്ത വർഷം റിന്യൂവൽ വരും. റിന്യൂവൽ അടുത്ത വർഷം വരും. അടുത്ത വർഷം. ഓക്കെ, ക്ലെയിം എന്തെങ്കിലും? ഇല്ല, ക്ലെയിം ഒന്നും വന്നിട്ടില്ല. പെട്രോൾ മാനുവൽ വാഹനം അല്ലേ? ഓക്കെ, മൈലേജ് പൊതുവെ കുറവാണ് ഇതിന്. ഇതിന് ഒരു 12 to 14 15 വരെയൊക്കെ മാക്സിമം കിട്ടുള്ളൂ. ഓക്കെ, എത്ര കൊടുക്കാം ഇത്? ഇത് നമുക്ക് നെറ്റ് ആക്കിയിട്ട് ഒരു 1,35,000 രൂപയ്ക്ക് കൊടുക്കാം. 11 മാഗ്ന അല്ലേ? ഓട്ടോ എത്ര കാണിക്കുന്നത്? 75,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സെക്കൻഡ് ഓണർഷിപ്പ് ആയിട്ടുള്ളൂ. 75,000 സെക്കൻഡ് ഓണർഷിപ്പ്. 1.30 അല്ലേ പറഞ്ഞത്? 1.35 നെറ്റ് കൊടുക്കാം. 35 നെറ്റ് റേറ്റ് ആണ്. 2011 മോഡൽ. അടുത്ത വർഷമാണ് റിന്യൂവൽ വരിക. മെക്കാനിക്കലൊക്കെ നല്ല കണ്ടീഷനുള്ള കാറാണ്. ഓക്കെ, വേറെ പ്രശ്നമൊന്നുമില്ല. ഡ്രൈവിംഗ് കംഫർട്ട് ഇതൊക്കെ അടിപൊളിയാണ്. ഈ ഒരു മൈലേജിന്റെ ചെറിയ പ്രശ്നമാണ്, വേറെ ഒന്നുമില്ല. ഓക്കെ, അടുത്ത വണ്ടി. അടുത്ത വാഹനം റിനോ ക്വിഡ് KL4 ആലപ്പുഴ രജിസ്ട്രേഷൻ ആണ്. അഖില, നമ്മളിത് കഴിഞ്ഞ പ്രാവശ്യം കാണിച്ച വണ്ടിയാണോ? കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചാണ്. എന്താ പറ്റിയേ? എൻക്വയറി എന്താ വന്നു? എല്ലാ വണ്ടിയും പോലല്ലോ. നമ്മളിപ്പോ കഴിഞ്ഞ വീഡിയോ കാണിച്ചിട്ട് 2 ആഴ്ച ആയിട്ടുള്ളൂ നമ്മൾ. ചില വണ്ടികൾ ലോണിന്റെ മുകളിൽ പെട്ട് പറയണ്ട, അങ്ങനെയൊന്നും പ്രശ്നമൊന്നുമില്ല. ഇല്ല, അങ്ങനെയൊന്നല്ല. ഓക്കെ, അപ്പോൾ എങ്ങനെയായിരുന്നു ഡീറ്റെയിൽ ഒന്നുകൂടി പറഞ്ഞത്? ഇത് 2016 മോഡൽ RX ആണ് വരുന്നത്. മിഡിൽ ഓപ്ഷൻ വണ്ടിയാണ്. 16. ഓക്കെ, കിലോമീറ്റർ ആണ് വരുന്നത്. 800 cc കിലോമീറ്റർ 66,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 66,000 കിലോമീറ്റർ ഓടിയ 2016 RXL മിഡിൽ ഓപ്ഷൻ ക്വിഡ് ആണ്. 800 cc എന്ന് പറയുമ്പോൾ
ഒരു 18-20 റേഞ്ചിലേക്ക് മൈലേജ് കിട്ടും. ഇതിൽ റീപ്ലേസ്മെൻറ്റോ റീപ്ലേസ്മെന്റ് ഒന്നും വന്നിട്ടൊന്നുമില്ല. എത്രയാണ് ചോദിക്കുന്നത്? ഇത് നമുക്ക് നെറ്റ് പ്രൈസ് ആയിട്ട് നമുക്കൊരു 2,05,000 രൂപയ്ക്ക് കൊടുക്കാം. നെറ്റാക്കി കിട്ടും. ഓക്കെ, 2/5 2016 ക്വിഡ് നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഓക്കെ, വേറെ ക്ലെയിമും കാര്യമൊന്നുമില്ല. ലോൺ ഒരു 1.5-1.25 കിട്ടും. 1.25 റേഞ്ചൊക്കെ എന്തായാലും ലോൺ കിട്ടും. ചെറിയ എമൗണ്ട് തന്നെ ഇറക്കാം അല്ലേ? ചെറിയ 25 രൂപയൊക്കെ ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കി കൊണ്ടുപോകാം. അപ്പോൾ താല്പര്യമുണ്ട് എന്തായാലും വിളിച്ചോളൂ. അടുത്തത് ഒരു 7 സീറ്റർ വാഹനം മഹീന്ദ്രയുടെ TUV 300 ആണ്. എങ്ങനെയാകലെ ഡീറ്റെയിൽ ഇത് 2017 മോഡല് TUV T8 എന്ന് പറഞ്ഞ ഓപ്ഷൻ വരുന്നത്. ടോപ്പ് എൻഡ് ആണ്. ടോപ്പിന്റെ പിന്നെ T10 ഒക്കെ വന്നിട്ടുണ്ട്. അന്ന് ടോപ്പ് എൻഡ് അല്ല, അന്ന് ടോപ്പിന്റെ വണ്ടിയാണ്. 17 ഓക്കെ. ഓട്ടം 1,20,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. മേജറൊക്കെ കഴിഞ്ഞതാണ്. ഓക്കെ, ഓണർഷിപ്പ് സെക്കൻഡ് ഓണർ ആയിട്ടുള്ളൂ. സെക്കൻഡ് ഓണർ 2017 1/20 ഓടിയ T8 ഫുൾ ഓപ്ഷൻ ഒരു 7 സീറ്റർ. നമുക്ക് എത്ര കൊടുക്കാൻ പറ്റും? നമുക്ക് നെറ്റ് പ്രൈസ് ആയിട്ട് നമുക്കൊരു 4,65,000 രൂപയ്ക്ക് ഫൈനൽ കൊടുക്കാം. 4.65 ഒരു 7 സീറ്റർ കൊണ്ടുപോകാം. 2017 വണ്ടി. നെറ്റ് റേറ്റ് ആണ് പറയുന്നത്. ഡീസൽ മൈലേജ് ഉണ്ടാവും അത്യാവശ്യം. ഒരു 15-16 കിലോമീറ്റർ മൈലേജ് ഉണ്ട്. പിന്നെ ബൊലേറോനേക്കാളും എനിക്ക് തോന്നുന്നത് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. ഡ്രൈവിംഗ് കംഫർട്ട് നല്ലൊരു ഡ്രൈവിംഗ് കംഫർട്ട്. ഇതങ്ങനെ ഓടിച്ചിട്ടില്ല, പക്ഷെ ബൊലേറോ പൊളി തന്നെയാണ്. ഓക്കെ, ഇത് ഞാൻ ഓടിച്ചിട്ടില്ല, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ താല്പര്യം എന്തായാലും വിളിച്ചോളൂ. ലോൺ എത്ര കയറും? നമുക്കൊരു 4 lakh റേഞ്ചിലൊക്കെ എന്തായാലും ലോൺ കയറും. ചാൻസ് ഉണ്ടല്ലോ. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക്. റെനോ ഡസ്റ്റർ അടുത്ത വാഹനം. എങ്ങനെയാണ് ഡീറ്റെയിൽ ഇത്? ഇത് 2018 മോഡൽ ഡസ്റ്റർ RXS ആണ് വരുന്നത്. ടോപ്പിൻ്റെ താഴെ RXZ RXS അങ്ങനെ വരാം. RXT. ഓക്കെ ഓക്കെ, എത്ര ഓട്ടം പോയി? 85,000 കിലോമീറ്റർ ആണ് ഓടിയത്. 85,000 2018. ഏതാ 85 ഡീസലാണ്. മൈലേജ് ഒരു 18 റേഞ്ചൊക്കെ മൈലേജ് ഉണ്ട്. ഓക്കെ, മേജർ ഇതിൻ്റെ 60 എത്രയാണ്? 60 കമ്പനി വരുന്ന ടൈമിംഗ് ചെയിൻ ഒക്കെ മാറാൻ വേണ്ടിയിട്ട് ഓരോ 60,000 കിലോമീറ്ററിലാണ് പറയുന്നത്. അത് കഴിഞ്ഞോ? അതൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, ബാക്കിയുള്ള ഡീസൽ വണ്ടി എന്ന് വെച്ചാൽ 1 lakhിലാണ് പറയാം, പക്ഷേ ഇതിന്റെ 60,000 മാത്രം പറയുന്നത് 60,000 കിലോമീറ്ററിലാണ്. ഓക്കെ, അതൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും ക്ലെയിമും കാര്യമൊന്നുമില്ലല്ലോ? ഇല്ല, ക്ലെയിം ഒന്നുമില്ല, വേറെ ഒന്നുമില്ല. ഓക്കെ, എത്രയാണ് ഇപ്പോൾ ചോദിക്കുന്നത്? നമുക്കൊരു 6,50,000 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും. 6.5 ലക്ഷത്തിന് ഒരു ലോ കിലോമീറ്റർ, അത് 1 lakh പോലും എത്തിയിട്ടില്ല, പക്ഷേ മേൽ സർവീസൊക്കെ ചെയ്ത് വെച്ച ഒരു ഡസ്റ്റർ 85 2018 മോഡൽ നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഒരു 5.5-6 വരെയൊക്കെ ലോൺ കിട്ടും. 6 റേഞ്ചിലൊക്കെ എന്തായാലും ലോൺ കിട്ടും. ചാൻസ് ഉണ്ട്. 6ൻ്റെ അടുത്തൊക്കെ എന്തായാലും ലോൺ കിട്ടും. 90% എന്തായാലും ലോൺ കിട്ടും. അടുത്ത വണ്ടിയിലേക്ക്. നമ്മുടെ ഇന്നത്തെ അവസാനത്തെ വാഹനം ഒരു ഫോക്സ് വാഗൺ പോളോ ആണ്. KL55 തിരൂർ രജിസ്ട്രേഷൻ ആണ്. നമ്മളിത് കഴിഞ്ഞ പ്രാവശ്യം കാണിച്ച വണ്ടിയാണ്. കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചിട്ടുണ്ട്. ഈ 2 വണ്ടി ഉണ്ടല്ലേ? കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചാൽ. ഓക്കെ, എങ്ങനെയാണ് ഡീറ്റെയിൽ ഇത്? 2010 മോഡൽ 11 രജിസ്ട്രേഷനിൽ വരുന്ന പോളോ ഹൈലൈൻ ആണ്. പെട്രോളാണ് വരുന്നത്. പെട്രോൾ ടോപ്പിന്റെ വാഹനമാണ്. അന്നത്തെ 11 രജിസ്ട്രേഷൻ. അപ്പോൾ 26-ലാണ് റിന്യൂവൽ വരുന്നത്. 26-ലാണ് റിന്യൂവൽ. ഓക്കെ, ക്ലെയിമോ റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടായിരുന്നു? ഇല്ല, റീപ്ലേസ്മെന്റ് ആയിട്ടൊന്നും ഒന്നുമില്ല. ഓക്കെ, കിലോമീറ്റർ എത്രയാണ് കാണിക്കുന്നത്? കിലോമീറ്റർ 1,90,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. പെട്രോൾ പോളോ ആണ്. ഡീസൽ പോലെ വല്ല മെയിൻ്റെനൻസ് മേടിക്കേണ്ട ആവശ്യമില്ല. ഇല്ല, മെയിൻ്റെനൻസ് ഒന്നും മേടിക്കണ്ട. എല്ലാം വർക്കിംഗ് അല്ലേ? എല്ലാം വർക്കിംഗ്. 4 വിൻഡോസ് AC കാര്യങ്ങളൊക്കെ വർക്കിംഗ്. എല്ലാം വർക്കിംഗ്. ഓക്കെ, എത്രയാണ് ഇപ്പോൾ ചോദിക്കുന്നത്? ഇതിപ്പോൾ നമുക്കൊരു നെറ്റ് പ്രൈസ് ആക്കിയിട്ട് 1,30,000 രൂപയ്ക്ക് കൊടുക്കാം. 1.35. നമ്മൾ എത്രയെങ്കിലും പോളോയ്ക്ക് ചോദിക്കണ്ടേ? ശരിയാണ്, പോളോ നമ്മൾ ഏറ്റവും കുറച്ചിട്ട് പറഞ്ഞു. 1.35 കുറച്ചിട്ട് ഇനിയും പോളോയ്ക്ക് പറയാൻ പറ്റില്ലല്ലോ. ഓക്കെ, പോളോ അല്ലേ, അതിനെ വേണം കിടത്തുന്നത്. അതെ. ഓക്കെ, അപ്പോൾ 1,30,000 നെറ്റ് റേറ്റ് ആക്കി ഇട്ടേക്കുന്നത്. പെട്രോൾ പോളോ ആണ്. 1.95 ഓടിയിട്ടുണ്ട്. വേറെ ക്ലെയിമും കാര്യമൊന്നുമില്ല. ലോണ് ചാൻസ് ഇല്ല. ഒരു പ്രയാസമാണ്. അതെ. അടുത്ത വണ്ടിയില്ല, തൽക്കാലം നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങോട്ടേക്ക് കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ ഇതാ വീഡിയോ റൈറ്റ് ഓഫ് കോർണറിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻസിൽ രേഖപ്പെടുത്താൻ വിട്ടുപോകരുത്. അപ്പോൾ എല്ലാവർക്കും നന്ദി. അഗ്രഹ, താങ്ക് യു. ബൈ.